കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള സൗഭാഗ്യങ്ങളുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഇത് കന്നിമൂലയാണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് വായുകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ് വാസ്തുപുരുഷന്റെ മുഖം വരുന്ന സ്ഥലമാണ്. നമുക്ക് വലിയ പ്രാധാന്യമുള്ളൊരു ദിക്കാണ്. അതുപോലെ തെക്ക് കിഴക്ക് അഗ്നികോണ്, ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഭാഗം നമുക്ക് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ഈ 4 മൂലകൾ. അപ്പോൾ ഓരോ ദിക്കുകൾക്കും ഓരോ ദിക്കിൻ്റെതായിട്ടുള്ള സൗഭാഗ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാനിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു പ്ലാനിലേക്ക് പോകുമ്പോൾ വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നൊരു വീടാണ്. വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. ഇത് ഫുള്ള് ഒരു സിറ്റ് ഔട്ടായിട്ട് നിൽക്കുകയാണ്. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കയറുന്ന ഒരു ഹാളാണ് നിൽക്കുന്നത്. തെക്ക് വശത്തൊരു ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് കിച്ചൺ, കിഴക്ക് ഭാഗത്ത് ഒരു ബെഡ്റൂമുണ്ട്. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് വടക്ക് കിഴക്കാണ്. അപ്പം ഈ ഒരു വീടിൻ്റെ എല്ലാ എനർജികളും ആ വീട്ടിലേക്ക് എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ യാതൊരു കാരണവശാലും ടോയ്ലറ്റ് വരുന്നത് നല്ലതല്ല. ഇവിടെ ടോയ്ലറ്റ് വരിക, ഇവിടെ സെപ്റ്റിക് ടാങ്ക് വരിക, ഈ ഭാഗത്ത് അടച്ച് ഉള്ള നിർമ്മിതികൾ, ഇതൊക്കെ വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതായത് ബലക്ഷയം, വിദ്യാഭ്യാസത്തിൽ ആൺകുട്ടികൾ താഴോട്ട് വരുന്നൊരവസ്ഥ, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിസ്ഥിരതയില്ല, വ്യാപാരമായിട്ടൊരു ഉയർച്ചയില്ല, എന്ത് ചെയ്താലും പരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, ആ ഭാഗത്ത് വീടിൻ്റെ പുറത്തുണ്ടാകുന്ന നിർമ്മിതികളൊക്കെ മൂലം ഈ ഭാഗത്തിൻ്റെ ഇത്രയും സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതേ ഭാഗത്ത് ഈ ഭാഗത്ത് നമുക്ക് വീടിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഈ ടോയ്ലറ്റ് ഇതൊന്ന് മാറ്റി ഈ ഭാഗം ഇവർക്ക് ഇവിടെ ഒരു സ്റ്റഡി റൂമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോസ്പെരിറ്റി ഉള്ളൊരു വീടായിട്ട് ഇത് മാറും. അതേസമയം ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടോ വടക്കോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പ്രധാന ഡോറ് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലൊരു പ്രോസ്പെരിറ്റി ഈ വീട്ടിലേക്ക് കടന്നു വരും. ഇപ്പം നിങ്ങൾ നിർമ്മിച്ചാക്കുന്ന ഈ വീടിൻ്റെ ഇതേ മെത്തഡ് പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിപ്പോൾ ടോയ്ലറ്റാണ് പണി കഴിപ്പിച്ചാക്കുന്നത്. ഇവിടെ ടോയ്ലറ്റും ഇവിടെ ഡ്രസ്സിങ് റൂമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിൽക്കുന്ന ടോയ്ലറ്റ് ഇവിടുന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടുന്ന് മാറ്റി ഈ ഭാഗം മൊത്തത്തിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ബെഡ്റൂം ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുതിർന്നവരായിരിക്കും ഈ ബെഡ്റൂമിൽ കിടക്കേണ്ടത്. ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ ഈ ഭാഗത്ത് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബലക്ഷയം, വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ആൺകുട്ടികൾക്കുണ്ടാകുന്ന പരാജയം, തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിയിൽ സ്ഥിരതയില്ലാതെ വരിക, വ്യാപാര കാര്യങ്ങളിൽ നമുക്കൊരു ഉയർച്ചയില്ല, അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും പരാജയം, സാമ്പത്തിക പ്രശ്നം എന്നിവ ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് നമുക്ക് സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് യാതൊരു കാരണവശാലും ടോയ്ലറ്റ് പാടില്ല. ഈ ഭാഗത്ത് നമുക്ക് വീട്ടിലേക്ക് വരാവുന്ന ഗേറ്റിൻ്റെ വഴി ഈ ഭാഗത്ത് വരുന്നത് വളരെ ഉത്തമമാണ്. ഈ ഭാഗത്ത് വരുന്നത് വളരെ ഉത്തമമാണ്. ഈ ഭാഗത്തൊരു കിണർ വരുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഭാഗം എപ്പോഴും നല്ല വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക. വീടിൻ്റെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത്, അതായത് ഒരു വാസ്തുമണ്ഡലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗം വടക്ക് കിഴക്ക് ഭാഗമായിരിക്കണം. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കണം. ഇപ്പോൾ തെക്ക് ഭാഗം ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് വളരെ നല്ലതായിരിക്കും. പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിലെ പുരുഷന്മാർക്ക് നല്ലതായിരിക്കും. തെക്കും ഉയർന്ന് പടിഞ്ഞാറും ഉയർന്ന് കന്നിമൂല നല്ല രീതിയിൽ ഉയർന്നിരിക്കുകയും ഇപ്പോൾ ഇവിടെ ഒരു മഴയോ മറ്റോ പെയ്യുമ്പോൾ ഈ വെള്ളം ഈ ഭാഗത്തേക്ക് വന്ന് സ്റ്റോർ ചെയ്യുകയും ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സമ്പത്ത് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വീടിൻ്റെ ഓരോ ദിക്കുകളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അതനുസരിച്ച് നമ്മളിത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് നമുക്കിതുമൂലം സാധിക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുക. നല്ലൊരു വാസ്തു കൺസൾട്ടിങ്ങിനെ, ഫെങ്ഷി കൺസൾട്ടിനെയും വിളിച്ച് വീട് കറക്റ്റ് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഓരോ റൂമുകളിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സൗഭാഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഈ വാസ്തുകല നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് 8 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കിഴക്ക് ഒരു പച്ച ഡ്രാഗൺ, തെക്ക് വശത്തൊരു ഫീനിക്സ് ബേർഡ്, പടിഞ്ഞാറ് വശത്തൊരു വെള്ളക്കടുവ, വടക്ക് വശത്ത് ഒരു ആമ, അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലിംഗ് ബുദ്ധ, ഒരു 3 ലെഗ്ഡ് ഫ്രോഗ്, പഗോഡ ടവർ,
പിന്നെ മറ്റേ ഇത് പക്കോ മിറർ, അങ്ങനെയുള്ള ഫംഗ്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 6 റോഡ് വിൻചെയും അരോന ഫിഷ് എന്നീ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ് ഇത്. വീടിൻ്റെ സ്വീകരണ മുറി എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ കോമ്പസ് വെച്ചിട്ട് 8 ദിക്കുകളും ചുവരിൽ മാർക്ക് ചെയ്ത ശേഷം ഓരോ ദിക്കിൻ്റെയും പ്രോസ്പെരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോ ദിക്കിലും വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം റിസൾട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കിറ്റാണ് ഇത്. ഒത്തിരി പേർ വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.